മുംബൈയിലെ ദഹിസറിൽ താമസിക്കുന്ന ദമ്പതികളായിരുന്നു ഷാഹിദ് ഷേഖും റയീസ് ഷേഖും. 9 വർഷമായി അവർ ഒരുമിച്ചു ജീവിച്ചു. 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവർ എളിമയുള്ള വീട്ടിൽ സന്തോഷത്തോടെ ജീവിതം നയിക്കുകയായിരുന്നു. റയീസ് ഒരു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്നു. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് മുമ്പ് ജോലിക്ക് പോയി രാത്രി 9നും 10നും ഇടയിൽ തിരിച്ചെത്തുമായിരുന്നു. മെയ് 21, 2021 റയീസ് പതിവുപോലെ ജോലിക്ക് പോയെങ്കിലും ആ ദിവസം അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയില്ല. മെയ് 25, 2021 രാവിലെ ഭർത്താവ് റയീസിനെ കാണാതായതായി പരാതി നൽകാൻ ഷാഹിദ ദഹിസർ പോലീസ് സ്റ്റേഷനിൽ എത്തി. ദിവസങ്ങൾ കഴിയുന്തോറും റയീസിനെക്കുറിച്ച് കുടുംബം ആശങ്കാകുലരാകാൻ തുടങ്ങി. പോലീസിന്റെ അന്വേഷണം വളരെ പതിയെ ആയിരുന്നു. റയീസിനെ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി റയീസിന്റെ സഹോദരൻ അനീസ് മെയ് 26 മുംബൈയിലെത്തി. റയീസ് ജോലി ചെയ്തിരുന്ന കടയിൽ അനീസ് അന്വേഷണം ആരംഭിച്ചു. മെയ് 21 റയീസ് കൃത്യസമയത്ത് എത്തിയതായി സഹപ്രവർത്തകൻ പറഞ്ഞു. പക്ഷേ റയീസ് അല്പം സങ്കടത്തിലായിരുന്നു എന്ന് പറഞ്ഞു. റയീസ് മുമ്പ് ഈ സങ്കടത്തെക്കുറിച്ച് തന്നോട് സംസാരിച്ചിട്ടില്ലാത്തതിനാൽ അനീസ് ആശയക്കുഴപ്പത്തിലായി. ജൂൺ 1, 2021 ഷാഹിദ ഒരു ജോലിക്ക് പോയി തന്റെ 2 കുട്ടികളെയും അനീസിന്റെ സംരക്ഷണയിൽ നിർത്തി. റയീസിന്റെ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ അനീസ് ശ്രമിച്ചു. റയീസിന്റെ മകൾ പറഞ്ഞത് കേട്ട് അനീസ് ഞെട്ടി. അനീസ് 2 കുട്ടികളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് റയീസിന്റെ വീട്ടിൽ അന്വേഷണം ആരംഭിച്ചു. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി. വൈകുന്നേരം 4 മണിയായിരുന്നു. അപ്പോഴേക്കും ഷാഹിദ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. അടുക്കളയുടെ തറയിലെ ടൈലുകൾ ക്രമരഹിതമായി സ്ഥാപിച്ചിരിക്കുന്നതും നിരവധി ടൈലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നതും പോലീസ് ശ്രദ്ധിച്ചു. ടൈലുകൾക്കടിയിൽ പുതിയ സിമന്റ് പാളിയും അവർ ശ്രദ്ധിച്ചു. പോലീസ് ചില തൊഴിലാളികളെ വിളിച്ച് വൈകുന്നേരം 5 മണിക്ക് കുഴിക്കാൻ തുടങ്ങി. പുലർച്ചെ 3 മണിയോടെ അവർ മണ്ണ് കുഴിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യശരീരഭാഗങ്ങൾ കണ്ടെത്തി. അത് റയീസ് ഷെയ്ഖായിരുന്നു. പോലീസ് ഷാഹിദയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അന്വേഷണത്തിനിടെ ഷാഹിദയെ വീട്ടിൽ അമിത് വിശ്വകർമ്മ എന്നയാൾ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടെന്ന് അയൽക്കാരിൽ നിന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ഉടൻ തന്നെ അമിതിനെ തിരഞ്ഞുപിടിച്ച് ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയി. റയീസിന്റെ 6 വയസ്സുള്ള മകൾ തന്റെ അമ്മ റയീസിനെ കൊല്ലുന്നതും വെട്ടിനുറുക്കുന്നതും കണ്ടിരുന്നു. ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ തനിക്കും ഇതേ അവസ്ഥ സംഭവിക്കുമെന്ന് അവളുടെ അമ്മമ്മോട് പറഞ്ഞു. ഒടുവിൽ ഷാഹിദ സത്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. ഷാഹിദയും അമിതും 3 വർഷമായി ബന്ധത്തിലായിരുന്നു. ഷാഹിദയും അമിതും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. റയീസ് തടസ്സമായി. റയീസിനെ വിഷം കൊടുക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ പദ്ധതി. എന്നാൽ 2 ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം കൂടുതൽ ഫലപ്രദമായ എന്തെങ്കിലും കണ്ടെത്തണമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ ഒരു ഭയാനകമായ പദ്ധതി ആവിഷ്കരിച്ചു. മെയ് 21, 2021 രാത്രി റയീസും കുട്ടികളും ഉറങ്ങിക്കിടക്കുമ്പോൾ ഷാഹിദ അമിതിനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. അവർ ഒരുമിച്ച് ഒരു കേബിൾ ഉപയോഗിച്ച് റയീസിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. എന്നാൽ അവരുടെ ക്രൂരത അവിടെ അവസാനിച്ചില്ല. മൃതദേഹം മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നതിനു പകരം വീടിനുള്ളിൽ തന്നെ കുഴിച്ചിടാൻ അവർ തീരുമാനിച്ചു. അടുക്കളയിൽ 5 അടി ആഴത്തിൽ ഒരു കുഴി കുഴിച്ചു. റയീസിന്റെ മൃതദേഹം കുഴിച്ചിട്ടു. കുറ്റകൃത്യം മറച്ചുവെക്കാൻ പുതിയ ടൈലുകൾ പാകി. കൊലപാതകം പൂർത്തിയായതോടെ ഷാഹിദ വിഷമിക്കുന്ന ഭാര്യയുടെ വേഷം ചെയ്തു. പിറ്റേന്ന് രാവിലെ ഭർത്താവിനെ കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ അവൾ കുട്ടികൾക്കും തനിക്കും ഭക്ഷണം പാകം ചെയ്തു. 11 ദിവസത്തിനുള്ളിൽ കേസ് തീർന്നു. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇരുവർക്കും ഇതുവരെ ശിക്ഷ ലഭിച്ചിട്ടില്ല.